Hi friends, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അൺബോക്സ് ചെയ്യുന്ന ഹെൽമെറ്റും ജാക്കറ്റും ഒന്നുമല്ല, ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. കഴിഞ്ഞ ആഴ്ച ഫ്ലിപ്കാർട്ടിൽ ഒരു ഓഫർ സെയിൽ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ആ സമയത്ത് കുറച്ച് പ്രൈസ് ഭയങ്കര കൂടുതലായിരുന്നു. അപ്പോഴത്തേക്ക് എന്തായാലും ഇത് ഓഫറിൽ വന്നപ്പോൾ ഞാൻ മേടിച്ചാണ്. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിംഗ് ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നമുക്ക് അൺബോക്സ് ചെയ്യാം. കാരണം ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു ബോക്സിലാണ് അത് വന്നിരിക്കുന്നത്. അകത്ത് ഇതേപോലെ ഒരു പേപ്പറിൽ ഇത് റാപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ബില്ലുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. കണ്ട, ഇതിൻ്റെ അകത്ത് ഇൻവോയ്സ് ഉണ്ട്. ഇൻവോയ്സിൽ 974 റുപ്പീസാണ് എഴുതിയിരിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഏകദേശം ഒരു 25 കോയിൻസ്, സൂപ്പർ കോയിൻസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട് ഫ്ലിപ്കാർട്ടിൽ. അപ്പോൾ അതിൻ്റെ 25 രൂപയും കൂടെ കുറഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് 974 റുപ്പീസിന് കിട്ടിയത്. ആ ഒരു പ്രൈസ് റേഞ്ചിന് നല്ലൊരു ബ്ലൂടൂത്ത് സ്പീക്കർ തന്നെയാണ്. നമുക്കത് പൊട്ടിച്ച് കാണാം. ഇത് മാറ്റാം. നല്ലൊരു ബോക്സ് തന്നെയാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ബോക്സിൽ എഴുതിയിട്ടുണ്ട്, ബോട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. സ്റ്റോൺ ഗ്രനേഡ് എന്ന് പറഞ്ഞൊരു മോഡലാണിത്. ഇറ്റ് ഈസ് ബോംബാസ്റ്റിക്. കണ്ട, നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കർ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് സ്പീക്കർ. ഇത് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ അകത്തൊരു മൈക്രോ USB കേബിളുണ്ട്, ഒരു ഓക്സ് കേബിളുണ്ട്, കുറേ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ട, നല്ലൊരു സ്പോഞ്ച് പോലത്തെ ഒരു ബോക്സിൻ്റെ അകത്താണ് നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കർ വന്നിരിക്കുന്നത്. 1 ഇയർ മാനുഫാക്ചർ വാറണ്ടി. ഇതിൽ കുറേ മറ്റേ IPL-ലുള്ളവരുടെ കുറച്ച് ഡീറ്റെയിൽസും ഈ കമ്പനിക്ക് ഏതൊക്കെ മോഡൽസ് സ്പീക്കേഴ്സും ഹെഡ്സെറ്റും ഒക്കെ ഉണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇത് യൂസർ മാനുവൽ. കണ്ട, എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. സ്പെസിഫിക്കേഷൻസ് എഴുതിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കർ. കണ്ട, നല്ലൊരു ഡിസൈൻ തന്നെയാണ് കേട്ടോ. ഗ്രനേഡ്, എനിക്ക് തോന്നി ഈ ഗ്രനേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോംബാണോ എന്തോ, നമ്മുടെ ഗ്രനേഡ് ബോംബില്ലേ, പക്ഷെ അതേപോലെ പിടിക്കാനൊക്കെ പറ്റും. നല്ലൊരു ഡിസൈൻ തന്നെയാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ചാർജ് ചെയ്യുന്നത് ഇതിൻ്റെ അടിയിലാണ് കേട്ടോ. ഇതേപോലൊരു സംഭവമുണ്ട്, അതിൻ്റെ അടിയിലാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. കണ്ട, ഇവിടെ മൈക്രോ SD കാർഡ് ഇടാം, ഓക്സിലറി കേബിൾ ഫിറ്റ് ചെയ്യാം, എന്ന് വെച്ചാൽ 3.5 mm ജാക്ക് കുത്താം. പിന്നെ ഇവിടെ മൈക്രോ USB ചാർജിങ്, അതിൻ്റെയും കൂടെ ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇത് 1200 mAh ലിഥിയം പോളിമർ ബാറ്ററിയാണ്. നല്ല കപ്പാസിറ്റി ഉള്ളൊരു, അത്യാവശ്യം നല്ലൊരു കപ്പാസിറ്റി ഉള്ളൊരു ബാറ്ററിയാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇത് സംഭവിച്ചിട്ട് ഏകദേശം ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ എടുക്കും ഇത് ഫുൾ ചാർജ് ആവാൻ. ഈ 2 മണിക്കൂർ ചാർജ് ചെയ്താൽ ഒരു 7 മണിക്കൂർ നമുക്കിത് പാട്ട് കേൾക്കാൻ പറ്റും. 7 മണിക്കൂർ പാട്ട് കേൾക്കാൻ പറ്റുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഒരു സ്റ്റാൻഡ് ബൈ ടൈം എന്ന് പറയുന്നത് ഏകദേശം 360 കമ്പനി വെബ്സൈറ്റിൽ കിടക്കുന്നത്. പിന്നെ ഇതിൽ ഒരു ടാഗ് പോലെ സംഭവമുണ്ട്, നമുക്ക് വേണമെങ്കിൽ തൂക്കിയിടാം. പിന്നെ ഇവിടെ ഒരു ബോട്ടിൻ്റെ ഒരു ടാഗ് സൈഡിലുണ്ട്. പിന്നെ വേറെ പ്രത്യേകം എന്ന് വെച്ചാൽ കണ്ട, കൺട്രോൾ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇത് IPX6 വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. പിന്നെ ഷോക്ക് പ്രൂഫാണ്. അത്യാവശ്യം തറയിൽ വീണെന്ന് പറഞ്ഞൊന്നും ചീത്തയാവത്തൊന്നുമില്ല. അത്യാവശ്യം കുറച്ച് റഫ്യൂസിനൊക്കെ കൊള്ളാം. എന്ന് പറഞ്ഞാൽ തറയിൽ എറിഞ്ഞ് പൊട്ടിക്കാൻ പറ്റത്തൊന്നുമില്ല. അത്യാവശ്യം ചെറുതായിട്ട് തറയിലൊന്നും വീണാലൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് ബ്ലൂടൂത്ത് 5 ആണ് ഇതിൻ്റെ വെർഷൻ. മിക്കവാറുള്ള എല്ലാ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫോൺസിനൊക്കെ നമുക്കിത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് 10 മീറ്ററാണ് ബ്ലൂടൂത്ത് റേഞ്ച്. പക്ഷെ 10 മീറ്റർ വരെ മാക്സിമം കിട്ടില്ല, ഒരു 7 മീറ്ററൊക്കെ കിട്ടും. 7 മീറ്റർ കഴിയുമ്പോഴത്തേക്കും കട്ടായിട്ടൊക്കെ പോകും. അത്യാവശ്യം ചെറിയൊരു റൂമിൽ നന്നായിട്ട് പാട്ട് കേൾക്കാൻ പറ്റും. കാര്യം വെച്ചാൽ ഇത് സംഭവം എന്ന് വെച്ചാൽ ഇത് എൻ്റെ ഒരു ഫ്രണ്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ചുകൂടെ അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു ചെറിയ റൂമിൽ അത് മതിയാവും. ഏകദേശം 1000 രൂപ പോലും തികച്ചില്ല. 1000 രൂപയ്ക്ക് അകത്തേ ഉള്ളൂ. 1000 രൂപയ്ക്ക് ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ കിട്ടുന്ന നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പം ഇത് ആരെങ്കിലും വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർ ഞാൻ വാങ്ങിച്ച ലിങ്കും ആമസോണിൻ്റെ ലിങ്കും ഒക്കെ ഞാൻ താഴെ ഇട്ടേക്കാം. നിങ്ങളൊരു 1000 രൂപയ്ക്ക് അകത്ത് പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ബ്ലൂടൂത്ത് സ്പീക്കർ നോക്കുന്നെങ്കിൽ ഇത് മേടിക്കാനാണ് പറയുന്നത്. കാര്യം വെച്ചാൽ 1000 രൂപയ്ക്ക് അകത്ത് കിടിലം ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ തന്നെയാണ്. പിന്നെ 1 വർഷം വാറണ്ടി തരുന്നുണ്ട് കമ്പനി. ബോട്ടിൻ്റെ വെബ്സൈറ്റിൽ 1499 രൂപയാണ് കിടക്കുന്നത്. ഈ മറ്റേ ഫ്ലിപ്കാർട്ടിൻ്റെ ഓഫറിൽ 999 വന്നപ്പോഴത്തേക്ക് വാങ്ങിച്ചതാണ്. കമ്പനി ഇനി ഓൺ ആക്കായത്. കണ്ട, പവർ സ്വിച്ച് ഞെക്കി വയ്ക്കാം. കണ്ട, കേട്ടല്ലേ പറഞ്ഞത്. നമുക്കപ്പോൾ ഇത് കണക്ട് ചെയ്ത് പാട്ട് കേൾക്കാം. ഇത് കണ്ട, ചെറിയൊരു ബ്ലൂ LED മിന്നുന്നുണ്ട്. ഇത് പെയർ ചെയ്യാനുള്ള ഓപ്ഷന് വേണ്ടിയാണ് അങ്ങനെ കാണിച്ചിരിക്കുന്നത്.
നമുക്കപ്പം ഇത് പെയർ ചെയ്യാം. ബോട്ട് സ്റ്റോൺ ഗ്രനേഡ് എന്ന് പറഞ്ഞൊരു ഇത് അവൈലബിൾ ഡിവൈസ് കണ്ടുണ്ട്, നമുക്കത് പെയർ ചെയ്യാം. ആഹാ, കണക്റ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ മെസ്സേജ് വന്നു. കണ്ട, കണക്റ്റ് ആയ ശേഷം നിങ്ങൾക്ക് കാണാനാവും ഇത് കുറേ നേരം മിന്നി പതുക്കെ ലൈറ്റായി പൊയ്ക്കൊണ്ടിരിക്കണം. അപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. നമുക്കിനി പാട്ട് കേൾക്കാം. ഏതെങ്കിലും പാട്ട് കേൾക്കാനൊന്നും പറ്റത്തില്ല, കാര്യം എന്ന് വെച്ചാൽ കോപ്പിറൈറ്റ് ഇഷ്യൂ ഒക്കെ വരും. അതുകൊണ്ട് നമുക്ക് നോൺ കോപ്പിറൈറ്റ് സോങ്സ് എല്ലാം കേൾക്കാം. എനിക്ക് 2-3 പ്രാവശ്യം കോപ്പിറൈറ്റ് ക്ലെയിമൊക്കെ വന്നിട്ടുണ്ട് പാട്ടിന്. നമ്മൾ പാട്ടൊക്കെ യൂട്യൂബിൽ ഇടുമ്പോഴത്തേക്കും കുറച്ച് ശ്രദ്ധിച്ചൊക്കെ ഇടണം. കോപ്പറേറ്റ് ക്ലെയിമും ഉണ്ട്, കോപ്പറേറ്റ് സ്ട്രൈക്കും ഉണ്ട്. കോപ്പറേറ്റ് സ്ട്രൈക്ക് കിട്ടിയാൽ ഒരു 3 സ്ട്രൈക്ക് എന്തോ കിട്ടിയാൽ ബാനായി പോകും. നമ്മുടെ കോപ്പറേറ്റ് ക്ലെയിം ആണെങ്കിൽ നമുക്ക് ഒരു പക്ഷേ നമ്മുടെ വീഡിയോ മോണിറ്ററൈസ് ആയാൽ നമുക്ക് അതിൽ കിട്ടുന്ന ഇൻകം മൊത്തം ഈ പാട്ടിൻ്റെ ക്രിയേറ്റേഴ്സിന് പോകും. അങ്ങനെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട്. ഈ കോപ്പറേറ്റ് സോങ്സിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ നോൺ കോപ്പറേറ്റ് സോങ്സ് എന്ന് പറഞ്ഞ് ഇഷ്ടംപോലെ സംഭവമുണ്ട്. നമുക്ക് അതിലൊരു പാട്ട് കേൾക്കാം. കണ്ട, NCS ആണെങ്കിൽ അപ്പോൾ കേൾക്കാൻ വേണം. Just turn around and leave me. That tear in my eye drops on the floor alongside my speed. That is what they all say when they see me pouring to mine. Oh, then gets empty again. Better fill it up before I go. 'Cause I'm not in the feeling, you touch me and leave me. See what I see me and സംഭവം പിടി കിട്ടിയ നമ്മളീ വോളിയം സ്വിച്ച് ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ പാട്ട് മാറും. നമ്മൾ മൈനസാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ മുമ്പത്തെ പാട്ട് വരും. നമ്മളിപ്പോൾ പാട്ട് സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനും ഞെക്കി വെച്ചോണ്ടിരുന്നാലേ പാട്ട് സൗണ്ട് കൂടത്തും കുറയത്തുള്ളൂ. കേട്ടോ, ഞാനിപ്പം കണ്ട ഇത് പോസ് ചെയ്ത് വെച്ചേക്കാണ്. ഇപ്പോൾ പ്ലേ ചെയ്ത് കണ്ട സൗണ്ട് കുറവാണ്. കണ്ട, കണ്ട മൈനസ് ഞെക്കി വെക്കുമ്പോഴത്തേക്കും സൗണ്ട് കുറയും. നമുക്ക് പാട്ട് മാറ്റണമെങ്കിൽ ഒരു ക്ലിക്ക് ഒരു പ്രാവശ്യം ഞെക്കിയാൽ മതി. കണ്ട, അടുത്ത പാട്ടായി. കണ്ട, പ്ലസ് വെച്ച് നമുക്ക് പാട്ട് മാറ്റാൻ പറ്റും, മൈനസ് വെച്ച് പാട്ടാൻ പറ്റും. പ്ലസ് ഞെക്കി വെച്ചുകൊണ്ടിരുന്നാലേ സൗണ്ട് കൂടത്തുള്ളൂ, മൈനസും ഞെക്കി വെച്ചുകൊണ്ടിരുന്നാലേ സൗണ്ട് കുറയത്തുള്ളൂ. ഇത് പോസ് ചെയ്യാനും പ്ലേ ചെയ്യാനും, പിന്നെ ഇത് സ്വിച്ച് ഓഫ് ചെയ്യാനും സ്വിച്ച് ഓൺ ആക്കാനും. അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ, അടിപൊളി സൗണ്ട് കേട്ടോ, കിടിലം, ഒരു രക്ഷയില്ല. അത്യാവശ്യം ഒരു ചെറിയ മുറിയൊക്കെ ചെറിയ രീതിയിലൊക്കെ ഭയങ്കര ഇടിയും മുടക്കമൊന്നുമല്ല പറയുന്നത്, അത്യാവശ്യം ഒരു മുറിക്കകത്ത് അടിപൊളിയാണ്. എൻ്റെ മാക്സിമം വോളിയം ഞാൻ ഇട്ട് ഒരു പാട്ട് കേൾപ്പിച്ചു തരാം. ഇതിൻ്റെ അടുത്തിരിക്കുന്നതുകൊണ്ട് ക്യാമറ ഇതിൻ്റെ അടുത്തിരിക്കുന്നതുകൊണ്ട് എത്രമാത്രം ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയത്തില്ല, പക്ഷേ നമ്മൾ ഇവിടെ ഇരുന്ന് കേൾക്കുമ്പോഴത്തേക്കും നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. അടിപൊളി.
wrong, and I'm still on my floors. നല്ല ഓഡിയോ ഒക്കെ നല്ല ക്ലിയർ ഉണ്ട്, ഒരു പതർച്ചയില്ല, നല്ല അത്യാവശ്യം ഒരു ചെറിയ മുറിയിലൊക്കെ നല്ല രീതിയിൽ പാട്ട് കേൾക്കാനൊക്കെ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് വാങ്ങിച്ചു നോക്കൂ, കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. ഞാനിത് ഇഷ്ടപ്പെട്ടാണ് വാങ്ങിച്ചത്, എൻ്റെ ഒരു ഫ്രണ്ട് യൂസ് ചെയ്യുന്നത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാനിത് വാങ്ങിച്ചത്. ഇതൊരു 1000 രൂപയ്ക്കകത്ത് വർത്താണ്. ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, അതും ബോട്ടാണ്. ബോട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബ്രാൻഡാണ്, അടിപൊളി. വേറെ വലിയ വലിയ ബ്രാൻഡുമായിട്ട് കമ്പയർ ചെയ്താലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു ബ്രാൻഡ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങിച്ചു നോക്കുക. നിങ്ങൾക്ക് ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നവരെ ഗുഡ് ബൈ ഫ്രം ജിതിൻ. പിന്നെ ഓഫ് ചെയ്യാൻ മറന്നുപോയി, ഓഫ് ചെയ്യുന്നതും കൂടെ പറഞ്ഞുതരാം. ഇതിൽ ഞെക്കി വെച്ചോണ്ടിരുന്ന ഓഫ് ആവും കേട്ടോ. Adios, amigo. Powering off. അഡിഗോസ് മിഡിഗോസ് പവറിങ് ഓഫ്. കൊള്ളാം കൊള്ളാം, അഡിഗോസ് മിഡിഗോസ്. അപ്പം അഡിഗോസ് മിഡിഗോസ്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നവരെ ഗുഡ് ബൈ ഫ്രം ജിതിൻ. ടാറ്റ.